തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ദൈവപുത്രൻ സംവിധാനം ചെയ്ത മഹത്തായ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം ഇന്ന് നാം ഓരോരുത്തരിലൂടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മാഹാത്മ്യം തിരിച്ചറിയുന്ന, അതിൻ്റെ ഭാഗമായി തീരുവാൻ ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കുന്ന ഓരോരുത്തരുമാണ് ഈ ഭൂമിയിൽ ദൈവരാജ്യം പണിതുയർത്തുന്നതിനായി ദൈവത്തിൻ്റെ പക്ഷം ചേരുന്നത്. തൻ്റെ സവിശേഷമായ തെരഞ്ഞെടുപ്പിലൂടെ ശക്തരായ ശുശ്രൂഷകരെ എക്കാലവും തെരഞ്ഞെടുത്ത് ഉയർത്തുന്ന ദൈവം അനുനിമിഷം തൻ്റെ രക്ഷാകര പദ്ധതിയോട് ഏറെ ആത്മാക്കളെ കൂട്ടിച്ചേർക്കുന്നു. ചാലക്കുടി ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ കൊച്ചു മാത്യു അച്ഛൻ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കൽ അച്ഛൻ തൻ്റെ പ്രവർത്തന ശൈലികളും കാഴ്ചപ്പാടുകളും കൊണ്ട് വ്യത്യസ്തനാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ആവോളം ഉപയോഗിച്ച് വചനവേദിയിൽ മുന്നേറുമ്പോഴും നേതൃത്വരംഗത്ത് തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളിലും മാതൃകാപരമായി അദ്ദേഹം ശോഭിക്കുന്നു. വ്യത്യസ്തവും ദൈവനിശ്ചിതവുമായ പരിശീലന കാലത്തിനു ശേഷം ബഹുമാനപ്പെട്ട കൊച്ചു മാത്യു അച്ഛൻ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് 1989 ഡിസംബർ മാസം 26-ാം തീയതിയാണ്. കണ്ണീരിൻ്റെയും ദുരിതങ്ങളുടെയും അപമാനത്തിൻ്റെയുമെല്ലാം നീർച്ചുഴികളിലൂടെ കടന്നുപോകുവാൻ അനുവദിച്ചുവെങ്കിലും ആ ജീവിതത്തിലെ ഓരോ സഹനത്തിനും വലിയ പ്രതിഫലം കൊടുത്തുകൊണ്ടാണ് ദൈവം അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചിരുന്നത്. പോട്ട ആശ്രമത്തിൽ ദൈവം വഴി നടത്തിയ വചന ശുശ്രൂഷകളുടെ 2ാം ഘട്ടം ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട കൊച്ചു മാത്യു അച്ഛൻ്റെ കരങ്ങളിലൂടെയാണ്. ഒരിക്കൽ അസ്തമിച്ചു എന്ന് ഏവരും കരുതിയെങ്കിലും ആ ശുശ്രൂഷാലയത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ വലുതായിരുന്നു. ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കൽ അച്ഛൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടം സവിശേഷമായ ദൈവിക ഇടപെടലുകൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ഓരോ അവസരങ്ങളിലും വ്യക്തമായ ദൈവിക തീരുമാനങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടിരുന്ന ആ ജീവിതം ദൈവസ്വരത്തിന് കാതോർക്കുന്ന ഏവർക്കും മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവുകളിലേക്ക് കണ്ണോടിച്ചാൽ ശക്തനായ ഒരു അഭിഷിക്തനെ വളർത്തിയെടുക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ദൈവകരങ്ങൾ അവിടെ ദൃശ്യമാണ്. പലപ്പോഴും വ്യക്തമായ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നത് അപ്രധാനമെന്ന് വിലയിരുത്തപ്പെട്ടേക്കാവുന്ന അനേകരുടെ കരങ്ങളിലൂടെയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. റോസ്ലി എന്ന ഒരു വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരു സഹോദരി കനകമലയിൽ നിന്ന് വന്നതാണ്. ആ സഹോദരി എൻ്റെ ടീമിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നിരിപ്പുണ്ട്. അപ്പോൾ കൈയൊക്കെ തളർന്ന് കാലിനും എന്തൊക്കെ ചലശേഷം കുറവോ എന്തൊക്കെ ഉണ്ടായി മുരുകൂര് വന്നൊരു ധ്യാനം കൂടി സൗഖ്യം കിട്ടിയ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഈ സഹോദരി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാമെന്ന് അവിടെ ഇരുന്നോട്ടെന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ സമ്മതിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരിക്കൽ ഒരു തുണ്ട് കടലാസിൽ ഒരു വചനം കുറിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, അച്ഛന് വേണ്ടി ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കർത്താവ് കാണിച്ചു തന്ന വചനമാണിത് എന്ന് പറഞ്ഞൊരു വചനം എടുത്ത് കാണിച്ചു. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ്. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതാണ് നിനക്കുള്ള അടയാളം. ഈ വർഷം നീ താനെ പൊട്ടിമുളയ്ക്കുന്നവയിൽ നിന്ന് ഭക്ഷിക്കും. അടുത്ത വർഷവും അങ്ങനെ തന്നെ. 3-ാം വർഷം നീ തന്നെ വിതയ്ക്കും, നീ തന്നെ വിളവെടുക്കും, മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും ചെയ്യും. തുടങ്ങിയ ഒരു മനോഹരമായ സന്ദേശമുള്ളൊരു വചനം.
അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അന്ന് എൻ്റെ ടീമിൽ വചനപ്രസംഗത്തിന് സഹായിക്കുന്ന കൊച്ചിയിൽ നിന്നുള്ള ഒരു പോലീസുകാരൻ ചാക്കോ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് കാണും. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പോൾ കർത്താവ് ഒരു വചനം എന്നോട് പറഞ്ഞു തന്നു. അത് ഇതാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വചനം കുറിച്ചുകൊണ്ട് തന്നു. അത് യെശയ്യായുടെ പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ ഒരു വചനം, 37-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വചനങ്ങളാണ്. ഞാൻ ഉടനെ വളരെ ആകാംക്ഷയുടെ ബൈബിൾ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ 29 തിരുവചനങ്ങൾ പറഞ്ഞിങ്ങനെ അതേ സന്ദേശമാണ് ഹെസക്കിയ രാജാവിനോട് ദൈവം പറയുന്ന സന്ദേശമാണ്. ഹെസക്കിയ രാജാവിനോട് പറയുന്ന ആ സന്ദേശമാണ് അവിടെ കാണുന്നത്. ഈ വർഷം നീ താനെ പൊട്ടിമുളയ്ക്കുന്നു ഭക്ഷിക്കും, അടുത്ത വർഷം അങ്ങനെ തന്നെ, 3-ാം വർഷം നീ തന്നെ വിതയ്ക്കും, നീ തന്നെ വിളവെടുക്കും, നീ തന്നെ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ആ വചനഭാഗം രാജാക്കന്മാരുടെ പുസ്തകത്തിലും യെശയ്യായിലും ഒരേ വചനം കിടപ്പുണ്ട്. 2 സ്ഥലത്തിരിക്കുന്ന 2 പേര് ഒരാഴ്ചക്കുള്ളിൽ 2 തവണയായ സന്ദേശം സ്വീകരിച്ച് എൻ്റെ കയ്യിൽ കൊണ്ടുത്തരുന്നു. എനിക്കത് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ഈ വർഷം നീ താനേ പൊട്ടിമുളയ്ക്കുന്നു ഭക്ഷിക്കും, അത് 1-ാം വർഷം എന്നോട് പറയുന്നത്. അടുത്ത വർഷം അങ്ങനെ തന്നെ, 3-ാം വർഷം നീ തന്നെ വിതയ്ക്കും, വിളവെടുക്കും, മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കും. മാത്രമല്ല വളരെ മനോഹരമായ അഭിഷേകം നൽകുന്ന ആ സന്ദേശഭാഗം എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഉണർവ് നൽകി. ഞാൻ മനസ്സുമെടുക്കണ്ട, പുതിയ എന്തോ ദൈവിക വെളിപാടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതങ്ങനെ തന്നെ സംഭവിച്ചു. 1-ാം വർഷവും 2-ാം വർഷവും മറ്റുള്ളവർ എഴുതി തരുന്ന സന്ദേശങ്ങൾ എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും 3-ാം വർഷമായപ്പോൾ വേറൊരാൾ ഒരു രോഗശാന്തി സന്ദേശം വെളിപ്പെട്ട് കിട്ടിയത് എഴുതി തന്നാൽ വിളിച്ചു പറയാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. പറയുമ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയെ ഭാരമായി. എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റാത്തടത്തോളം ഭാരം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. കാരണം വേറൊരാൾ എഴുതി തരുന്ന സന്ദേശം പറയുമ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ശുശ്രൂഷ ബ്ലോക്കായി. അപ്പോൾ ഞാൻ നാക്യമറിച്ചനായിട്ട് ആലോചിച്ച് എന്ത് ചെയ്യണം. അപ്പോൾ ബഹുമാനപ്പെട്ട മാത്യു നാക്യമറിച്ചൻ പറഞ്ഞു, അച്ഛന് കിട്ടുന്ന സന്ദേശം പറയാമായിരിക്കും, ഇനി മറ്റുള്ളവർക്ക് എഴുതി കിട്ടുന്ന സന്ദേശവും പറയേണ്ടതാണെന്നൊരു പ്രചോദനം കിട്ടിയ തടസ്സമില്ലെങ്കിൽ പറയാൻ പറഞ്ഞു. അത് എളുപ്പപ്പെടാനൊരു അവസരവും കൂടിയാണെന്നും അച്ഛൻ പറഞ്ഞു. നമുക്ക് തന്നെ സന്ദേശം കിട്ടുമെന്നുള്ള അഹങ്കാര ചിന്ത വരാതിരിക്കാൻ ഒരു സന്ദേശം. ഞാനങ്ങനെ അവരെഴുതി തരുന്ന സന്ദേശം അവിടെ ഉണ്ടെങ്കിലും എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുന്ന സന്ദേശം ഞാൻ അനൗൺസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ സാക്ഷികൾ വരാൻ തുടങ്ങി. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രത്യേകമായ നിർദ്ദേശാനുസരണം സഭയിൽ ഉടലെടുത്ത കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടലുകളും വരദാന ഫലങ്ങളുമായിരുന്നു. ഇന്ന് പരിശുദ്ധാത്മാഭിഷേകം ധാരാളമായി ഉപയോഗിക്കുന്ന അഭിഷിക്തരുടെ കണക്കെടുത്താൽ അതിൽ ബഹുമാനപ്പെട്ട കൊച്ചുമാത്യു അച്ഛൻ്റെ സ്ഥാനം ഏറെ ഉയരത്തിലാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ മുതൽ ശരിയായ തിരിച്ചറിവിലും അഭിഷേകത്തിലും പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ വളർത്തിയിരുന്നു. മാനുഷികമെന്നോ ബാലിശമെന്നോ വിലയിരുത്തപ്പെട്ടേക്കാവുന്ന ഘട്ടങ്ങളിൽ പോലും ശക്തമായ ദൈവിക വെളിപാടുകളിലൂടെ അദ്ദേഹം ശരിയായ ബോധ്യങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരുന്നു. അതുവഴിയായി പിൽക്കാലത്ത് ജനലക്ഷങ്ങൾക്ക് വലിയ ബോധ്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവിക കരങ്ങളിൽ നിന്നും പ്രാപിച്ചു നൽകുവാൻ അദ്ദേഹം ഉപകരണമായി തീരുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ഭാഷാപരത്തിലുള്ള സ്തുതിപ്പിൻ്റെ ഒരു കൃപ കിട്ടിയപ്പം ഇതിനിടയ്ക്ക് എനിക്ക് വലിയൊരു സംശയം വന്നു. അപ്പം ഞാൻ ഈ ഭാഷാപരത്തിൽ സ്തുതിക്കുമ്പം ഇതൊരു മാൻമെയ്ഡ് ആണോ, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതാണോ, ഇത് പരിശുദ്ധാത്മാവിൻ്റെ തന്നെയാണോ? എനിക്ക് സത്യമായിട്ടും ഒരു കളിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങ് സംശയിച്ചത്. അല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളോട് സംശയമല്ല, എനിക്കൊരിക്കലും വരങ്ങൾ സംശയം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആണെന്ന ഒരു അടയാളം എനിക്ക് തരണമെന്ന് ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഭാഷാപരത്തിൽ സ്തുതിച്ചോട്ട് പറഞ്ഞു, ഈശോയോട് പറഞ്ഞു, ഈ ഭാഷാപരത്തിലുള്ള സ്തുതിപ്പ് ജെന്യൂൻ ആണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ആണെങ്കിൽ ഇത് മാൻമെയ്ഡ് അല്ല, എൻ്റെ ഒരു വ്യക്തിപരമായൊരു ഞാൻ ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ വിരലിലൂടെ ഇങ്ങനെ ഒരു കരണ്ട് അടിക്കുന്നത് പോലെ ഒരു ശക്തി ഒഴുകട്ടെ എന്ന് പറഞ്ഞു. ഉടനടി ആ വിരലിലൂടെ ഇങ്ങനെ ഒരു ശക്തി ഒഴുകും. അപ്പം ഞാൻ പറഞ്ഞു അത് വെറുതെ എൻ്റെ തോന്നൽ കൊണ്ട് വരാമല്ലോ, അങ്ങനെ ഈ കൈയുടെ വിരലിലൂടെ ഒഴുകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൈയുടെ വിരലിലൂടെ ഒഴുകാൻ തുടങ്ങി.
അപ്പോഴും എൻ്റെ യുക്തി വീണ്ടും പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞു, വാദം ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകാമല്ലോ, അതുകൊണ്ട് എൻ്റെ കാലിൻ്റെ വിരലിലൂടെ ആ ശക്തി ഒഴുകട്ടെ എന്ന് പറഞ്ഞു. ആ നിമിഷം ആ വിരലിലൂടെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഞാൻ അവിടെ വെച്ച് തകർന്നു പോയി. കാരണം ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ യുക്തിയുടെ തലത്തിലല്ല സത്യത്തെ ഞാൻ ചോദിച്ചത്, 100% നിഷ്കളങ്കമായി ചോദിച്ചതാണ്. മനുഷ്യൻ്റെ ഒരു ഭാഷാപരം എന്ന് പറയുന്നത് മാനുഷിക തലത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല, പരിശുദ്ധാത്മ തരേണ്ടതാണ്. പക്ഷേ എൻ്റെ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റാണെന്ന് സംശയമുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഉണ്ടാകാൻ കാരണം പരിശുദ്ധാത്മാവിൻ്റെതല്ലാത്തൊരു കാര്യത്തെ പരിശുദ്ധാത്മാവിൻ്റെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ പാപം ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ ഒരു കള്ളത്തരമില്ലാതെ ചോദിച്ചായതുകൊണ്ടായിരിക്കാം ഈശോ ഒരു കൊച്ചു കുഞ്ഞ് അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ ചെയ്തു കൊടുക്കുന്നത് പോലെ എല്ലാം ചെയ്തു തരാൻ തുടങ്ങി. ജീവിതത്തിൽ പിന്നെ ഞാൻ എൻ്റെ ഭാഷാപരത്തിലുള്ള സ്തുതിപ്പിനെക്കുറിച്ച് സംശയിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, പുതിയ പുതിയ ഭാഷകൾ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള വരങ്ങളും അതിനുശേഷം കർത്താവ് ഒരുക്കി തരികയും ചെയ്തു. ശരിയായ ബോധ്യങ്ങളോടെ ഉറച്ച ഹൃദയവുമായി തനിക്കായി സമർപ്പിക്കപ്പെടുന്ന ആത്മാക്കളെ ദൈവം പരിമിതികളില്ലാതെ എടുത്തുപയോഗിക്കും എന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട മാത്യു ഇലവുങ്കൽ അച്ഛൻ്റെ ജീവിതം. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ അഭിഷേകത്തിലൂടെ അദ്ദേഹം കരം പിടിച്ചുയർത്തിയ ആത്മാക്കളുടെ എണ്ണം അനവധിയാണ്. പിൽക്കാലത്ത് കേരള സഭയിലെ നവീകരണ ശുശ്രൂഷകളുടെ മുഴങ്ങുന്ന ശബ്ദമായി തീർന്ന ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ചൻ്റെ തുടക്കകാലങ്ങളിലെ തിരിച്ചറിവിന് പിന്നിലും സന്ദേശം നൽകുവാനായി ദൈവം നിയോഗിച്ചത് ബഹുമാനപ്പെട്ട കൊച്ചു മാത്യു അച്ഛനെയാണ്. പാലക്കാട് രൂപതയിലുള്ള പൊന്നങ്കോട് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഞാനൊരു കൺവെൻഷൻ നടത്തുകയാണ്. അപ്പോൾ എൻ്റെ ടീമംഗങ്ങളും ഉണ്ട്. ഒരു സന്ദേശം ഞാൻ അതിനിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പാലക്കാട് രൂപതയിൽ നിന്ന് ഒരു പ്രവാചകനെ കർത്താവ് ഉയർത്തുന്നു. ഇത്രയും എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത്. ഞാൻ ആ സന്ദേശം വിളിച്ചു പറഞ്ഞു. പിന്നീട് ഞാനിതിൻ്റെ ആ സന്ദേശത്തിൻ്റെ പൂർണ്ണതയുടെ വാർത്ത കേൾക്കുന്നത് പിന്നീട് വട്ടായിലച്ചനിലൂടെയാണ്. ബഹുമാനപ്പെട്ട സേവ്യർ വട്ടായിലച്ചൻ, അന്ന് അദ്ദേഹം വീടില്ലാത്തൊരു വീട് പണിതു കൊടുക്കുക, സാമൂഹ്യ സേവന ഇടവക ജോലിക്കായിട്ട് അങ്ങനെ വളരെ ആക്റ്റീവായിരിക്കുന്ന കാലമാണ്. കരിസ്മാറ്റിക് നവീകരണ മേഖല അദ്ദേഹം ഒട്ടും തന്നെ താല്പര്യനായിരുന്നില്ല ആ കാലത്ത്. ഒരിക്കലും രൂപതയിലോ എവിടെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അച്ഛന്മാരെല്ലാം കൂടെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടതാണ് ഞാൻ പറയുന്നത്. എടാ, ഒരു പ്രവാചകനെ കർത്താവിടെ ഉയർത്തുന്നുണ്ട് എന്നും പറഞ്ഞ് അച്ഛന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച വട്ടായിച്ച അച്ഛനായിരിക്കും എന്നും കണ്ട് പറഞ്ഞു. അച്ഛൻ അങ്ങോട്ട് മാറുന്ന കർത്താവെ ആർക്കും വേണ്ടെങ്കിൽ ഇത് എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. അച്ഛൻ പറയുന്നു, ഞാനിത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കേട്ടതുമാണ് ഈ പറയുന്നത്. അദ്ദേഹം പറയുന്നു, അന്ന് മുതലൊരു മാറ്റം കൊണ്ടാകാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം വചനപ്രഘോഷണം ആരംഭിച്ചു. സെഖിയോൻ എന്ന് പറയുന്ന ആ ധ്യാന കേന്ദ്രം ഇവിടെ തുടങ്ങിയത് അങ്ങനെയാണ്. കേരള സഭയുടെ മാത്രമല്ല, ഭാരതത്തിലെ മുഴുവൻ ആത്മാക്കളുടെയും ജീവിതത്തിൽ സവിശേഷമായ ദൈവിക സ്പർശം പകരുവാനായി ദൈവം എടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് പോട്ടയിലും പിന്നീട് ഡിവൈനിലുമായി വളർന്ന വിൻസെൻഷ്യൻ ധ്യാനകേന്ദ്രം. ആദ്യകാലം മുതൽ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ, ബഹുമാനപ്പെട്ട മാത്യു നായിക്കാമ്പറമ്പിലച്ചൻ തുടങ്ങിയവരുടെ പേരുകളിലാണ് ആദ്യകാലങ്ങളിൽ ഈ ധ്യാന ശുശ്രൂഷകൾ വളർന്നു വികസിച്ചത്. തുടർന്ന് രംഗപ്രവേശം ചെയ്ത ബഹുമാനപ്പെട്ട മാത്യു ഇലവുങ്കലച്ചനെ പോലുള്ള ശുശ്രൂഷകരുടെ സ്വീകാര്യത മുൻഗാമികളുടെ വലിയ ജനപ്രിയതയ്ക്ക് പിന്നിൽ അല്പം കുറവായിരുന്നുവെന്ന് കൊച്ചു മാത്യു അച്ഛൻ സ്മരിക്കുന്നു. എങ്കിലും പരിശുദ്ധാത്മാവ് പ്രത്യേകമായി അഭിഷേകം ചെയ്തുയർത്തിയ അദ്ദേഹത്തെ ജനസഹസ്രങ്ങൾ തിരിച്ചറിയുവാൻ വൈകിയില്ല. തുടർന്നുള്ള കാലങ്ങളിൽ ബഹുമാനപ്പെട്ട കൊച്ചു മാത്യു അച്ഛൻ നേതൃത്വം നൽകിയ ധ്യാന ശുശ്രൂഷകളുടെ സ്വീകാര്യതയും അവിടെ
ദൈവം നടത്തിയ ഇടപെടലുകളും തെളിവാണ്. ഈ കൺവെൻഷനൊക്കെ പോയ അവസരത്തിൽ ഞാൻ വലിപ്പത്തിൽ വളരെ ചെറുത്, കാഴ്ചയിൽ ഒരു കൊച്ചച്ഛൻ, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. മാത്രമല്ല സീനിയേഴ്സായിട്ടുള്ള എല്ലാവരും പനക്കിലച്ചൻ നാക്യമൃസനൊക്കെ അവരുടെ കാഴ്ചയിൽ തന്നെ അവർക്കൊരു ധ്യാനഗുരുവിൻ്റെ ലുക്കുണ്ട്. എനിക്ക് ആ ലുക്ക് അന്നില്ലാതിരിക്കുന്ന ആ ചെറുപ്പത്തിൻ്റെ കാലത്ത് ചില ഇടവകയിലൊക്കെ ചെല്ലുമ്പോൾ, ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ എന്നെ അവർ ഇതാണോ ധ്യാനഗുരു എന്ന ഒരു ചിന്തയോടെ ഒരു പ്രത്യേക രീതിയിൽ നോക്കുകയും ചിലപ്പോൾ ഞാൻ ഈ ധ്യാനം നടത്താനായിട്ട് യോഗ്യനാണോ എന്ന് എന്നോട് തന്നെ സംസാരിക്കുകയും ചെയ്ത അവസരങ്ങളുമുണ്ട്. അന്ന് മനസ്സിൽ അതൊക്കെ ഒരു വേദന വേദന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ധ്യാനം കഴിയുമ്പോഴേക്ക്, കൺവെൻഷൻ കഴിയുമ്പോഴേക്ക് ആ വൈദികർ തന്നെ വന്നിട്ട് സോറി പറഞ്ഞ്, അച്ഛാ ധ്യാനം നന്നായിരുന്നു, പക്ഷേ ഒരു കൊച്ചച്ഛനായിട്ട് ഞങ്ങൾക്കൊരു പേടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആദ്യഘട്ടത്തിൽ പോട്ടയിൽ ശുശ്രൂഷ ചെയ്തു വളർന്നു വന്ന ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കലച്ചനെക്കുറിച്ച് പിന്നീടുള്ള ദൈവിക തീരുമാനങ്ങൾ അല്പം വ്യത്യസ്തമായിരുന്നു. പ്രശാന്തസുന്ദരമായ നല്ല നിലത്ത് ബാലപാഠങ്ങൾ അദ്ദേഹത്തെ അഭ്യസിപ്പിച്ച ദൈവം വ്യത്യസ്തവും കലുഷിതവുമായ മറ്റൊരു നാട്ടിലേക്ക് പറിച്ചു നടുവാനും അങ്ങനെ വലിയ ഫലങ്ങൾക്ക് കാരണമാകുവാനും തീരുമാനിച്ചിരുന്നു. ഒരുപക്ഷേ കാലങ്ങൾക്കു മുൻപേ ദൈവത്തിൻ്റെ അനന്തജ്ഞാനം വിഭാവനം ചെയ്ത മഹത്തായ ആ പദ്ധതിയിലൂടെ അളവില്ലാത്ത സദ്ഫലങ്ങളാണ് അവിടുന്ന് ലക്ഷ്യം വച്ചിരുന്നത്. ദൈവത്തിൻ്റെ പരിപാലനയിൽ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന എനിക്ക് ഞങ്ങളുടെ ടീമിന് കേരളത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു. അഗസ്റ്റിൻ വെല്ലൂരാനത്തിന് ഈ കാലഘട്ടത്തിൽ വന്നു. കൊച്ചുമാത്യുച്ചൻ്റെ ശുശ്രൂഷകൾ ഒരു ഏതാനും വർഷങ്ങൾ പോട്ടയിൽ കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു സന്ദേശത്തിലൂടെ വെളിപ്പെടുത്തി, ബോംബെ ധ്യാന കേന്ദ്രത്തിൽ ഒരു ഡയറക്ടർ വേണം, ഇപ്പോൾ ഉള്ളവർക്ക് മാറ്റം കൊടുക്കാൻ സമയമായിട്ടുണ്ട്, ആദ്യകാല ഡയറക്ടേഴ്സ്. അങ്ങനെ ഒരു സ്ഥലം, കല്യാൺ രൂപതയിലുള്ള ഒരു സ്ഥലം, താബോർ ആശ്രമം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് അയച്ചു. ദൈവത്തിൻ്റെ പരിപാലനയിൽ അവിടെയും ധാരാളം ജനം വരുന്ന ശുശ്രൂഷ, ദൈവം പരിശുദ്ധാത്മാഭിഷേകമുള്ള ശുശ്രൂഷ നൽകി. എന്നുമാത്രമല്ല, നിലവിലുള്ള 3 ഏക്കർ സ്ഥലത്തിനപ്പുറം ഒരു 10 ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങുവാൻ കൊച്ചുമാത്യച്ചൻ്റെ കാലഘട്ടത്തിൽ ദൈവം പരിപാലനം നൽകി. അവിടെ പണിതീർത്ത, അവിടെയേ ഉള്ളൂ, നല്ലപോലെ പണിതീർത്ത ഒരു കെട്ടിടം, ഇപ്പോൾ താബോർ ഭവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥലം, അവിടെയാണ് താമസിച്ചുള്ള ധ്യാനം നടക്കുന്നത്. അത് കൊച്ചുമാത്യച്ചൻ്റെ കാലത്ത് പണിതീർത്ത ഒരു നല്ല പണിതീർത്ത കെട്ടിടം. കർത്തൃശുശ്രൂഷയ്ക്കായി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന സകലർക്കും പ്രചോദനാത്മകമാണ് കാലാകാലങ്ങളിൽ പരിശുദ്ധാത്മാവ് ബഹുമാനപ്പെട്ട കൊച്ചുമാത്യു അച്ഛന് നൽകിയ തിരിച്ചറിവുകൾ. ഏറെ സൗകര്യപ്രദവും മനുഷ്യബുദ്ധിക്ക് ഏറ്റവും മികച്ചതുമായ ഒരു സാഹചര്യത്തിൽ നിന്നും അകറ്റി വ്യത്യസ്തമായ മറ്റൊരന്തരീക്ഷത്തിൽ പറിച്ചു നടുവാൻ ദൈവം പദ്ധതി ഒരുക്കിയപ്പോൾ ഏറെ ആശങ്കകൾ തന്നിൽ ഉടലെടുത്തിരുന്നുവെന്ന് അച്ഛൻ ഓർമ്മിക്കുന്നു. എന്നാൽ ക്രമേണ ആ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് പകർന്നു നൽകിയ ബോധ്യങ്ങൾ വിലമതിക്കാനാവാത്തവയായിരുന്നു. കോട്ടയം ആശ്രമത്തിൽ 991 മുതൽ 96 വരെയാണ് ഞാൻ ശുശ്രൂഷ ചെയ്തത്. ഏതാണ്ട് 995 കഴിയാനായപ്പോൾ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ചൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛന് ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിലേക്ക്, കല്യാണിലുള്ള താബോർ ധ്യാന കേന്ദ്രത്തിലേക്ക് കർത്താവ് അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വലിയ പ്രയാസമുണ്ട്. കാരണം ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിൽ മലയാളമല്ല പ്രധാനപ്പെട്ട ധ്യാനം. മറ്റ് ഭാഷകളിൽ, പ്രത്യേകിച്ച് അവിടെ ഹിന്ദി
അതുപോലെ ഇംഗ്ലീഷിലൊക്കെയാണ് ധ്യാനം വേണ്ടത്. വല്ലപ്പോഴൊക്കെ മലയാളം ധ്യാനമുണ്ട്, കുറച്ചേ മലയാളികൾ വരുന്നുള്ളൂ. മാത്രമല്ല അവിടെ കാലാവസ്ഥ എനിക്ക് പറ്റുന്നതല്ല. ഈ ധ്യാന കേന്ദ്രത്തിന് തൊട്ടടുത്തൊരു ക്രഷറുണ്ട്. അവിടുന്ന് ഒരു 500 മീറ്റർ അപ്പുറത്തായിട്ട് 4 ക്രഷറുകളുണ്ട്. അവിടെ നിന്ന് വീഴുന്ന ഈ പൊടി എപ്പോഴും ഇങ്ങനെ വീണ് അവിടെ എല്ലാവർക്കും തന്നെ ശ്വാസകോശത്തിൽ ബുദ്ധിമുട്ടുകളും തുമ്മലും അലർജിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കാലാവസ്ഥ പറ്റില്ല, അവിടുത്തെ സാഹചര്യം പറ്റില്ല, അതുപോലെ തന്നെ അവിടുത്തെ ഭക്ഷണം പിടിക്കില്ല. ഇങ്ങനെയുള്ള കാരണങ്ങളാൽ ഞാൻ അതിനോടൊക്കെ ഒരു നെഗറ്റീവായ ഒരു പ്രതികരണമാണ് ആദ്യം നടത്തിയത്. ഇത് ഞാൻ നിങ്ങളോട് പറയാനൊരു കാരണം, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണെങ്കിൽ മാത്രമേ ഞാൻ പോകുന്ന സ്ഥലത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഭാഷ അനുകൂലമാകണം, കാലാവസ്ഥ അനുകൂലമാകണം, അതുപോലെ നല്ല ആൾക്കാർ വേണം എന്നൊക്കെ ഒരു ചിന്താഗതിയിൽ ആരെങ്കിലും ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയാൽ അവർ നമ്മുടെ അപ്പസ്തോലന്മാർ ആരുടെയും ചൈതന്യം ഉള്ളവരായിരിക്കില്ല. അന്ന് ഞാൻ ആരംഭത്തിൽ പ്രതികരിച്ചത് അങ്ങനെ ഒരു ചൈതന്യം ഇല്ലാത്ത അവസ്ഥയിലാണ്. തോമസ് ലീഹ ഭാരതത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഭാഷ അറിയോ? ഇവിടുത്തെ കാലാവസ്ഥ പറ്റുമായിരുന്നോ? അതുപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങളെക്കുറിച്ചുള്ള ഇവരുടെ സാംസ്കാരിക പശ്ചാത്തലം ഒന്നും അറിഞ്ഞുകൂടാ. എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും? ഈശോയുടെ സുവിശേഷം ജനത്തെ അറിയിക്കാനുള്ള യാതൊരു മാധ്യമവും അന്ന് തോമസ് ലീഹായുടെ കൈവശമില്ല. പക്ഷേ വിളിച്ചവൻ വിശ്വസ്തനാണ്, ദൈവനിയോഗപ്രകാരമുള്ള ഒരു മുന്നോട്ട് പോക്കാണ് എന്ന് തോമസ് ലീഹായുടെ ഉള്ളിൽ നിറഞ്ഞ് കത്തി നിൽക്കുന്ന വിളക്ക് പോലെയുള്ള ഒരു വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തോമസ് ലീഹ ഇങ്ങോട്ട് പോന്നു. അതുകൊണ്ട് നമ്മളൊക്കെ ഇന്ന് മാർത്തോമാ ക്രിസ്ത്യാനികളായിട്ട് കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് പോകുന്നവർ ചെല്ലുന്ന സ്ഥലത്തെ അനുകൂല സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ല പോകേണ്ടത് എന്നുള്ള ഒരു വലിയ പാഠം എന്നെ കർത്താവ് പഠിപ്പിച്ചത് അന്നാണ്. യോനാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവം നമുക്ക് പകർന്നു നൽകുന്ന ചില ബോധ്യങ്ങളുണ്ട്. അതിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളും അവർക്കുമേൽ നടപ്പാകുന്ന ദൈവിക തീരുമാനങ്ങളും പ്രാധാന്യമർഹിക്കുന്നു. ബഹുമാനപ്പെട്ട കൊച്ചുമാത്യു അച്ഛൻ തൻ്റെ ജീവിതത്തിൽ നിന്നും തിരിച്ചറിഞ്ഞ് പ്രഘോഷിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അവ. പ്രഥമദൃഷ്ട്യാ ചിന്തിക്കുമ്പോൾ ചില ദൈവിക തീരുമാനങ്ങളെ നാം സംശയിച്ചാലും പിന്നീട് അവിടുത്തെ ഇഷ്ടത്തോട് സഹകരിക്കുവാൻ നാം തയ്യാറായാൽ വലിയ സദ്ഫലങ്ങൾ നമ്മിലൂടെ ദൈവം പുറപ്പെടുവിക്കുമെന്നതിൻ്റെ ജീവിത സാക്ഷ്യമാണ് ഈ ജീവിതം. കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്ക് അന്നത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ കമ്പട്ടിലച്ചൻ ജോർജ് കമ്പട്ടിലച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിൽ പോകാനായിട്ട് തയ്യാറാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോകാൻ തയ്യാറാണ്. അപ്പോഴേക്കും എൻ്റെ മനസ്സ് ഏതാണ്ടൊന്ന് ഭാഗമായി. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആക്യമച്ചോടൊരു കാര്യം പറഞ്ഞു, അച്ഛൻ എനിക്ക് ഭാഷയില്ല, ആരോഗ്യമില്ല, അവിടുത്തെ സാഹചര്യം വിപരീതമാണ്. അപ്പോൾ അച്ഛനൊരു പ്രതികരണം നടത്തിയത് ഒരു വലിയ സന്ദേശമായിരുന്നു. അച്ഛനിപ്പോൾ ഭാഷയില്ല, അവിടുത്തെ പശ്ചാത്തലമായിട്ട് വലിയ പരിചയമില്ല, ആരോഗ്യമില്ല. അച്ഛന് അങ്ങോട്ട് ശുശ്രൂഷയ്ക്കായിട്ട് പോകുമ്പോൾ ഇതൊന്നുമില്ലാതെ പോകുന്നതുകൊണ്ട് അച്ഛന് യേശുവായിട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ അച്ഛൻ ആരോഗ്യവും ഭാഷയും അനുകൂല സാഹചര്യങ്ങളുമായിട്ടല്ലേ പോവുക. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് യേശുവിനെ മാത്രം എടുത്തുകൊണ്ട് പോകാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. അതെനിക്കൊരു സന്ദേശമായി ബോധ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കെ എന്നെ അങ്ങോട്ട് അപ്പോയിൻ്റ് ചെയ്തുകൊണ്ടുള്ള നിർദ്ദേശമൊക്കെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ അധികാരികളോട് പറഞ്ഞു, എൻ്റെ വർഷം പൂർത്തിയായിട്ടില്ലല്ലോ, എൻ്റെ ഒരു ടേം പൂർത്തിയായില്ല, അതുകൊണ്ട് എൻ്റെ ടേം പൂർത്തിയാക്കിയിട്ട് എന്നെ മാറ്റിയാൽ പോരെ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഉടനെ പ്രൊവിൻഷ്യൽ അച്ഛൻ എന്നോട് ചോദിച്ചു, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, അത് നല്ല കാര്യം അച്ഛാ, അച്ഛൻ്റെ ടൈം പൂർത്തിയാകട്ടെ. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായത്? അങ്ങോട്ട് പോകാനുള്ള മടി എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. രണ്ടാമതായി ഇവിടെ അന്ന് ജനങ്ങളെല്ലാം കൊച്ചുമാത്യച്ഛൻ്റെ ശുശ്രൂഷ എന്നും പറഞ്ഞ് എന്നെ വിളിക്കാനായിട്ട്, കൺവെൻഷൻ വിളിക്കാനായിട്ട് ഓടിക്കൂടുന്നത്. എല്ലാ ദിവസവും ആരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കും, ഫോണിലൂടെ നേരിട്ടോ വന്ന് അച്ഛനൊരു കൺവെൻഷൻ നടത്തി തരണം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന് പുറത്തൊക്കെ ആൾക്കാരിങ്ങനെ വിളിക്കുന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ ആ അർത്ഥത്തിൽ എനിക്കിവിടെ ഒത്തിരി സ്വീകാര്യത കിട്ടിയ അവസരത്തിൽ ബോംബെയിൽ ഒന്നും
അനുകൂലമല്ലാത്തടത്ത് പോകണ്ട എന്നുള്ള മാനുഷിക ചിന്തയിലാണ് ഞാൻ പ്രൊവിൻഷ്യൽ അച്ഛനോട് മറ്റേ അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛനോട് നിൽക്കട്ടെ, ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞത്. ഇനിയാണ് നിങ്ങൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുള്ളത്. എന്നെ വളരെയേറെ സ്നേഹിച്ച് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് എന്നെ സഹായിച്ച എൻ്റെ കൂട്ടത്തിലുള്ളവരും എന്നെ സ്നേഹിച്ച ജനവും പിന്നീട് ഞാൻ അവിടെ തുടർന്ന 6 മാസത്തിനുള്ളിൽ എന്നെ വേദനിപ്പിക്കുകയും എനിക്കെതിരെ തിരിയുകയും എനിക്ക് ഒത്തിരി പ്രതികൂലമായ അനുഭവങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. അതിന് ആരൊക്കെ കാരണമെന്നൊന്നും ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം യോനായോട് നിനിവയിൽ വചനം പ്രസംഗിക്കാൻ പറഞ്ഞു, അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ നിനിവയ്ക്ക് പോകാതെ താർസൂസിലേക്ക് പോയി. ആ താർസൂസിലേക്ക് പോയ യോന കയറിയ കപ്പൽ പോലും വലിയ ദുരിതത്തിൽപ്പെട്ടതായിട്ട് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. ദൈവം നിയോഗിക്കുന്ന പോലെ ദൈവം അയക്കുന്നിടത്തേക്ക് പോയില്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ബൈബിളിലൂടെ മാത്രം പഠിച്ചപ്പോൾ അനുഭവത്തിലൂടെ പഠിക്കണ്ടേ? ആ 6 മാസത്തിനുള്ളിൽ എൻ്റെ സഹനത്തിൻ്റെ ഏറ്റവും കയ്പുള്ള പാനപാത്രം ഞാൻ കുടിച്ചത്. പക്ഷെ അതോടുകൂടി ഒരു കാര്യം എനിക്ക് മനസ്സിലായി. യോനായുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ നിയോഗം കിട്ടിക്കഴിഞ്ഞാൽ കർത്താവ് ഒരിടത്തേക്ക് വിളിച്ചാൽ പിന്നെ മടി പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ അധികാരികളോട് പറഞ്ഞു, ഏതായാലും സമയമായില്ല, ഞാൻ ഇനി പോകാം. ഞാൻ പോയി. അതോടുകൂടി അന്ന് എന്നെ കുറ്റം പറഞ്ഞവർ എനിക്കെതിരെ നിന്നവരും 2-3 മാസങ്ങൾക്കുള്ളിൽ നേരിട്ടോ ഫോണിലൂടെയോ എന്നോട് മാപ്പ് പറയുക മാത്രമല്ല, ചിലർ കാല് പിടിച്ചോലും മാപ്പ് പറഞ്ഞു. സവിശേഷമായ ദൈവീക ഇടപെടലുകളോട് എക്കാലവും പൂർണ്ണമായി സഹകരിക്കുവാൻ സന്മനസ്സായ ഒരഭിഷിക്തൻ. തൻ്റെ സമർപ്പണത്തിലൂടെ അനേകർക്കു മുന്നിൽ ശക്തനായ പ്രഘോഷകനാകുവാനും ദൈവ തിരുമുൻപിൽ പ്രിയങ്കരനായ ശിഷ്യനാകുവാനും അദ്ദേഹത്തിനായി. ദൈവവിളിയുടെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് ദൈവിക പദ്ധതികളോട് ചേർന്ന് നിൽക്കുവാൻ മനസ്സാകുന്നവർക്കും തങ്ങളറിഞ്ഞ ദൈവത്തെ ലോകത്തിനു മുന്നിൽ പ്രഘോഷിക്കുവാൻ തീരുമാനമെടുക്കുന്നവർക്കും ഈ ജീവിതം ഒരു പാഠപുസ്തകമാണ്. അദ്ദേഹം അടുത്തറിഞ്ഞ ദൈവിക രഹസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രകാശം പരത്തുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛനെങ്ങനെ ധൈര്യം കിട്ടി ഇങ്ങനെ പൊട്ട ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ? അച്ഛനൊരു വാചകം പറഞ്ഞു. അത് വലിയൊരു ഒരു പ്രവചന തുല്യമായ വാചകമായിരുന്നു. കർത്താവിനെ പ്രതി വിഡ്ഢിയാകാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. കർത്താവ് ഓരോ നിമിഷത്തിലും വഴി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരാലോചന വന്നു. ഇവിടെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം പണിയണമല്ലോ. അപ്പോൾ ഒരാൾ വന്ന് അതിനുള്ള ചില പ്രത്യേകമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അദ്ദേഹം നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് ഞങ്ങളൊരു ആപ്ലിക്കേഷൻ ഗവൺമെൻറ്റിന് വെച്ചു. അന്ന് നിലവിലിരുന്നിരുന്ന നിയമങ്ങൾ അവർ കാണാഞ്ഞിട്ടാണോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് അവിടെ ഒരു ഓഡിറ്റോറിയം പണിയാനുള്ള പെർമിഷൻ ഗവൺമെൻറ് തന്നു. അങ്ങനെ അത്രമാത്രം വലിയൊരു ശുശ്രൂഷയായിട്ട് ഈ താബോർ ഭവൻ താബോർ ആശ്രമം വളരുന്നതിന് മുൻപ് ശൂന്യതയിൽ നിന്ന് കർത്താവ് എല്ലാം ഉയർത്തിയെടുത്തത്. നമ്മളെ കർത്താവ് അയക്കുന്നിടത്തേക്ക് നമ്മൾ പോകുമ്പോൾ മോശയെ കർത്താവ് ദൗത്യം ഏൽപ്പിച്ച് ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ കർത്താവ് കൂടെ ഉണ്ടായിരുന്നത് പോലെ രാത്രിയിൽ ദീപസ്തംഭം, പകൽ മേഘസ്തംഭം, മരുഭൂമിയിലെ കാടപ്പക്ഷി ഇറച്ചി, മന്ന ബീച്ചു കൊടുക്കുന്നു, കരിമ്പാറുന്ന വെള്ളം കൊടുക്കുന്നു. ഈ കർത്താവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക.